ഭീഷണിയും ലൈംഗിക അതിക്രമവും ഭൂമി തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ബാലവേലയും വരെയുള്ള പരാതികൾ ഉയർന്നിട്ടും കേരള പോലീസും സംസ്ഥാന സർക്കാരും ഇപ്പോഴും പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് പത്തനംതിട്ടയിലെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് മുന്നിൽ. തിരുവല്ലയിൽ യുവതിയെ പീഡിപ്പിച്ച ബ്രദർ CV വടവനെയും സുരക്ഷിതമായി വിലസി നടക്കുന്നു. TGയെ വളഞ്ഞിട്ട് പിടികൂടിയ പോലീസിന് ഇത്തരം ക്രിമിനലുകളെ തൊടാൻ നട്ടലില്ലെന്നുള്ള വിമർശനവും ഉയരുകയാണ്. വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഈ പറഞ്ഞ പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ പറ്റിയുള്ള വാർത്തകൾ ജനം TV പുറത്തുവിട്ടതാണ്. അതിൽ ആലോചിക്കേണ്ടത് പലവട്ടം പരാതികൾ ഉണ്ടായിട്ടും നടപടികൾ സ്വീകരിച്ചില്ലെന്നായിരുന്നു ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പരാതികളും ഉയർന്നു. നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രാദേശിക സർക്കാരുകൾ പോലും പറയുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ തൊടാൻ കേരള പോലീസ് തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം അയാൾക്ക് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി വരെ ഉള്ള ബന്ധങ്ങളായിരുന്നു എന്നുള്ള വിമർശനങ്ങളും ഉയർന്നതാണ്. അപ്പോഴൊന്നും ഒരു നടപടി സ്വീകരിക്കാത്ത പോലീസ് ഇപ്പോഴും ആ പാസ്റ്ററിനെ ഒരു ചുക്കും ചെയ്യാത്ത പോലീസ് അവിടെയാണ് TGയെ ഈ രീതിയിൽ ക്രൂശിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പോലീസിന്റെ നയം എന്താണ്, നിലപാടെന്താണ്, എങ്ങോട്ടാണ് അവരുടെ ലീനിങ് എന്നുള്ളത് പോലും നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഇവിടെയാണ് വീണ്ടും വീണ്ടും ജനം TV ആവർത്തിച്ചു ചോദിക്കുന്നു, എന്തുകൊണ്ട് പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള, അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള, ബാലവേല ചെയ്യിച്ച കുട്ടികളുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാനുള്ള നിലപാടിലേക്ക് പോലീസ് പോകാത്ത എന്നാൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ TG മോഹൻദാസിനെ ക്രൂശിക്കാൻ തിരക്ക് കാണിക്കുന്ന പോലീസിന് പക്ഷേ നമ്മൾ പലവട്ടം തെളിവുകളുടെ വാർത്തകൾ പുറത്തുവിട്ട പല പരാതികളും ഉയർന്ന ബിനു വാഴമുട്ടത്തെ തൊടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഗോകുൽ. പ്രജിത്തെ, അങ്ങനെ തന്നെയാണ്. അതായത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പും പക്ഷപാതിത്വവും തന്നെയാണ് ഈ സംഭവത്തിൽ വ്യക്തമാകുന്നത്. അതായത് TG മോഹൻദാസിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് പിടികൂടിയ അതേ പോലീസ് തന്നെ ഈ മറുഭാഗത്ത് ഇത്തരത്തിൽ ക്രൈസ്തവ പാസ്റ്റർമാർക്കെതിരെ, പെന്തക്കോസ്ത് പാസ്റ്റർമാർക്കെതിരെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ച് പൊതിഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പത്തനംതിട്ടയിലെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരായിട്ടുള്ള വാർത്ത മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നൽകിയിരുന്നതാണ്. അയാളുടെ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടും ഒപ്പം അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നിയമവിരുദ്ധ അക്രമ നടപടികൾ, പക്ക ക്രിമിനൽ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ പാസ്റ്റർ ആണ് ഈ ബിനു വാഴമുട്ടം. അയാളെ ഏതൊക്കെ രീതിയിൽ പോലീസ് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലതവണയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ സംഭവങ്ങളുണ്ടായി മാസങ്ങൾക്ക് ശേഷം, പരാതി ലഭിച്ച് മാസങ്ങൾക്ക് ശേഷവും അതിനെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കുവാനായിട്ട് പോലീസ് ശ്രമിക്കുന്നേയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ പോലീസിൻ്റെ ഈ ഒരു നിസ്സംഗതാഭാവം അല്ലെങ്കിൽ പോലീസ് അയാളെ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ പ്രതിഷേധക്കാർ പോലും മനസ്സുമടിച്ച് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഈ പാസ്റ്ററുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം അയാളുടെ സ്ഥാപനത്തിൽ, ഒപ്പം അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ക്രിമിനൽ നടപടികൾ എന്നൊക്കെ പറയുന്നത് അത് പൊറുക്കാനാവാത്ത നടപടികളാണ്. അത്രമാത്രം നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ, പ്രത്യേകിച്ച് ഭൂമി തട്ടിപ്പുണ്ട്, സാമ്പത്തിക തട്ടിപ്പുണ്ട്, പെൺവാണിഭമുണ്ട്, ലൈംഗിക അതിക്രമമുണ്ട്, ബാലപീഡനമുണ്ട്, ബാലവേലയുണ്ട്. അങ്ങനെ ഏറ്റവും ഗൗരവപൂർണ്ണമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇത്തരത്തിൽ നിയമവിധേയമാക്കേണ്ട ഒരു ക്രിമിനൽ തന്നെയാണ് പാസ്റ്റർ ബിനു വാഴമുട്ടെന്ന്. ഗൂഗിൾ, ഒരു സംശയം ചോദിച്ചോളട്ടെ. അതിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം വന്നത് ഈ കുട്ടികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മമാരെ മുലയൂട്ടാൻ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ബാലവേല തെളിഞ്ഞതുമാണ്. അപ്പോൾ അതിൽ നടപടിയെടുക്കാൻ ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് അടക്കം റദ്ദ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ ഗൂഗിൾ? നിലവിൽ ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പ്രജിത്ത്. അതായത് ഈ സ്ഥാപനത്തിൽ സാമൂഹ്യ നീതി വകുപ്പും അതോടൊപ്പം തന്നെ ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റിയും അടക്കം CWCയും അടക്കം പരിശോധനകൾ നടത്തുകയും ഈ പരാതിയിൽ കഴമ്പുകളുണ്ട് എന്ന് ബോധ്യമാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട റെഫറൻസ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്നേഹത്തണൽ എന്ന് പറയുന്ന സ്ഥാപനം പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടണം, അതിൻ്റെ ലൈസൻസ് റദ്ദാക്കണമെന്നടക്കമുള്ള ശുപാർശകൾ സാമൂഹ്യ നീതി വകുപ്പ് കൃത്യമായിട്ട് നൽകിയിരുന്നു. പക്ഷേ അതിലിനിയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ
തെരുവിലായിട്ട് പോലും അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതായത് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പുറത്ത് ആ സ്ഥാപനവും ഒപ്പം ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള തട്ടിപ്പ് പാസ്റ്റർ ബിനു വാഴമുട്ടവും ഇപ്പോഴും സുരക്ഷിതനായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതേപടി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്നോ ഇന്നലെ ആരംഭിച്ചതല്ല, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ അയാൾ ഈ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നതാണ്. അതിന് കൃത്യമായിട്ട് തെളിവുകൾ സഹിതം നമ്മൾ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്തായാലും അയാളുടെ രാഷ്ട്രീയ സ്വാധീനം അത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ഒക്കെ തന്നെ ഉന്നതമായിട്ടുള്ള സ്വാധീനം അയാൾക്കുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇയാളുടെ തിണ്ണ നിരക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, അത് ഇടത് വലത് ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾ എത്തിച്ചേർത്തിട്ടാണ്. എന്തായാലും അതിൻ്റെയൊക്കെ കൂറ് അയാളോട് ഈ രാഷ്ട്രീയ നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് തിരുവല്ലയിൽ സത്യം മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ബ്രദറായിട്ടുള്ള CV വടവന എന്ന് പറയുന്ന അയാൾക്കെതിരെ കൊല്ലത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് തന്നെ ലൈംഗികമായിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകിയത്. ആ പരാതിയിൽ തിരുവല്ല പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു, FIR ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു നടപടിയുമില്ല, നിശ്ചലമായിട്ട് ആ കേസ് അങ്ങനെ കിടക്കുകയാണ്. ആ പരാതിക്കാരി പെൺകുട്ടിയെ നമ്മൾ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് ഇങ്ങനെ ഒരു സഹായം ലഭിക്കാതിരിക്കുന്നു. ഒപ്പം ഈ കൊടും ക്രിമിനലുകളെ, ലൈംഗിക അതിക്രമ പ്രതികളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അയാൾ തിരുവല്ലയിൽ ഇപ്പോഴും വിലസിക്കൊണ്ടിരിക്കുകയാണ്, CV വടവന എന്ന് പറയുന്ന ബ്രദർ. അയാൾക്ക് ഒരു സുരക്ഷാ ഭീഷണിയുമില്ല, അല്ലെങ്കിൽ ഒരു ഭയവുമില്ലാതെ അയാൾ സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം പരാജയമാണ് ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. എന്തായാലും ഈ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ ഒരു ഭാഗത്ത് മാത്രം ഈ രീതിയിൽ നടപടികൾ സ്വീകരിക്കാൻ അറിയാമെങ്കിൽ മറുഭാഗത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളെ ചേർത്ത് പിടിക്കാനും അവർക്ക് മേലിൽ എന്തെല്ലാം കൊടും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വന്നാൽ പോലും അതൊക്കെ തേച്ചു വായിച്ച് കളയാനും അവരെ അങ്ങനെ വീണ്ടും പടർന്ന് പന്തലിക്കുവാനായിട്ട് അനുവദിക്കുവാനും അതിനുവേണ്ട സംരക്ഷണം നൽകുവാനായിട്ടുമൊക്കെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും പത്തനംതിട്ടയിലെ ഈ ഒരു സംഭവങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും നിലപാടിൽ കൃത്യമായിട്ട് ഇവിടെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ മനമെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. നീതിയും അല്ലെങ്കിൽ നിയമവും ഒക്കെ സാധാരണക്കാർക്ക് അകലെയാണ് എന്നുള്ള ഒരു തോന്നൽ അവരിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് സംവിധാനം പൂർണ്ണമായിട്ടും പരാജയമാണ് എന്നുള്ളത് തന്നെ ഈ സംഭവത്തിൽ വെച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഒപ്പം ഈ രീതിയിൽ പക്ഷപാതിത്വകരവും അതോടൊപ്പം തന്നെ നിഷ്പക്ഷരഹിതവുമായിട്ടുള്ള നടപടികൾ അവർ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം ഇങ്ങനെയുള്ള ക്രിമിനലുകളെ അത് സംരക്ഷിക്കുക മാത്രമല്ല അവരെ വളർത്താൻ വളരെ അതുതന്നെയാണ് ഗൂഗിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് കാരണം ഒന്ന്, ഒരു പാസ്റ്റർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മറ്റു പാസ്റ്റർമാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ബാലവേല, ബാലപീഡനം, ലൈംഗിക അതിക്രമം, ഭൂമി തട്ടിപ്പ് തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു വകുപ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് തന്നെ നിർദ്ദേശം നൽകി ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് കളയണമെന്ന്. പക്ഷേ അതിനൊന്നും തയ്യാറല്ലാത്തൊരു സംസ്ഥാന സർക്കാർ ഇവിടെയുണ്ട്. ആ സംസ്ഥാന സർക്കാർ തന്നെയാണ് അഭിപ്രായം പറഞ്ഞതിന് TGയെ വേട്ടയാടുന്നത്.